ഹജ്ജിന്റെ 4ാം ദിനമായ ഇന്ന് ഹാജിമാർ കല്ലേറ് കർമ്മം തുടരുകയാണ്. മലയാളി ഹാജിമാരിൽ തവാഫ് കർമ്മം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ ഇന്ന് പൂർത്തിയാക്കും. ഹജ്ജിലെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയാക്കി പകുതിയോളം ഹാജിമാർ നാളെ മിനായിൽ നിന്നും മടങ്ങും. 2 ദിവസത്തിനിടെ 6 മലയാളി ഹാജിമാർ ആരോഗ്യ പ്രയാസങ്ങളാൽ മരിച്ചിട്ടുണ്ട്. ചികിത്സയിലിരിക്കെയും മരണപ്പെട്ടു. അറഫയ്ക്ക് ശേഷം നിരവധി മലയാളി ഹാജിമാർ വഴിതെറ്റിയെങ്കിലും ഭൂരിഭാഗം പേരും തമ്പുകളിൽ തിരികെ എത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തിരക്കുപിടിച്ച കർമ്മങ്ങൾക്കൊടുവിൽ ഒഴുകിയെത്തിയ തീർത്ഥാടകർ തമ്പുകളിൽ തുടരുകയാണ്. പ്രാർത്ഥനാ നിർഭരമാണ് മിന താഴ്വര. ഇന്നലെ ഭൂരിഭാഗം ഹാജിമാരും കഅബക്കരികിൽ തവാഫ് കർമ്മം പൂർത്തിയാക്കി മുടി നീക്കം ചെയ്ത് ഹജ്ജ് വേഷത്തിൽ നിന്നും ഒഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആരോഗ്യമുള്ള ആളെന്നല്ല, എന്നാലും അള്ളാടെ കുതിർത്തോണ്ട് ഒക്കെ ഞാൻ എന്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്തു. പിന്നെ എന്റെ അനിയത്തിമാരാണ് അവരുടെ സഹായം കൊണ്ട്. കല്ലേറ് കർമ്മം ഇന്ന് 3 സ്തൂപങ്ങളിലാണ്. നാളെയും കല്ലേറ് കർമ്മം പൂർത്തിയാകുന്നതോടെ ഹജ്ജിന് അവസാനമാകും. എന്നാൽ സൂര്യാസ്തമയത്തിന് മുന്നേ പോകാനാകാത്തവർ ഒരു ദിനം കൂടി മിനായിൽ രാപ്പാർക്കും. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ പകുതി കയറിയപ്പോഴൊക്കെ തന്നെ എനിക്ക് വിറച്ചു തുടങ്ങിയാണ്. ഭയങ്കര തിരക്കും ഭയങ്കര ചൂടും, പക്ഷെ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. കനത്ത ചൂടിൽ നിരവധി ഹാജിമാർക്ക് ഇത്തവണ സൂര്യാതപം ഉണ്ടായിട്ടുണ്ട്. വിവിധ കാരണങ്ങളാൽ നിരവധി ഹാജിമാർ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തു. 6 മലയാളി ഹാജിമാർ 2 ദിവസത്തിനിടെ ആരോഗ്യ പ്രയാസങ്ങളാൽ മരണപ്പെട്ടിട്ടുണ്ട്. കനത്ത ചൂടാണ് ഇത്തവണത്തെ പ്രധാന വെല്ലുവിളി. തിരക്കുപിടിച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായിലേക്ക് തന്നെ തിരികെ എത്തുകയാണ് ഹാജിമാർ. ഇനിയുള്ള 3 ദിനങ്ങളിലും കല്ലേറ് കർമ്മങ്ങൾ മാത്രമായിരിക്കും ഹാജിമാർക്ക് ബാക്കിയുണ്ടാവുക. മിനായിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1.